ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പിന്നെ റെഡി ചെയ്ത് കണ്ടില്ലേ? അതല്ല സാറേ, കഴിഞ്ഞു എന്നാ ചോദിച്ചേ. എടോ മാണിക്കുഞ്ഞെ, നല്ല ചേർച്ചയുണ്ട് അല്ലേ മാണിക്കുഞ്ഞെ? പിന്നെ ചേർച്ചയില്ലാതിരിക്കോ അമ്മേ? വ്രതം കഷ്ടമുണ്ട് കേട്ടോ. ഇങ്ങോട്ട് വന്നേ, വാ ഇങ്ങോട്ട്. അമ്മായി വാ, നിന്നെ ഞാൻ ഇവിടെ നിൽക്കടി. കീർത്തി മോൾക്ക് വിവാഹപ്രായമായി, അതുകൊണ്ടാ ഇങ്ങനെയുള്ള വേണ്ടാത്ത ബുദ്ധികളൊക്കെ തോന്നുന്നേ. ഉദയനോട് നിർമ്മലയോടൊക്കെ ആലോചിച്ചിട്ടേ എത്രയും വേഗം കല്യാണം നടത്തി തരാൻ പറയണം. അതിന് വരുന്ന ചെലവൊക്കെ നവീൻ നോക്കിക്കോളും. അതെന്താ സുമിത്രേ? ഞങ്ങളറിയാതെ ഞങ്ങളുടെ മോളുടെ കല്യാണത്തിനൊരു തീരുമാനം? അത്തരം പ്രവർത്തികൾ കാണുന്നത് കൊണ്ട് തന്നെയാ. ചോദിച്ചു നോക്ക്, എന്തായിരുന്നു പരിപാടിയെന്ന്. നവീന്റെ മുറിയില് നവീനും ഗാഥയുണ്ട്. അവിടേക്ക് എത്തി നോക്കുകയായിരുന്നു ഇവളുടെ പരിപാടി. അവള് ജീവിക്കുന്നത് ഈ കുടുംബത്തിനകത്ത് തന്നെയല്ലേ? അങ്ങനെ നോക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ അവക്കുണ്ട്. നിർമ്മലേ, കഴിഞ്ഞതൊന്നും മറക്കരുത്. എന്ത് പറഞ്ഞ എല്ലാരും കൂടി ഇവിടെ നിർത്തിയിരിക്കുന്നെന്ന് അറിയാലോ. മതി മതി മതി, നിന്റെ കാരുണ്യം കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നതെന്ന് വരുത്തി തീർക്കണം. അല്ലെങ്കിൽ ആ വന്ന് കയറിയവളുടെ കാരുണ്യം അല്ലേ? നിർമ്മലേ, ദേ നോക്ക്, ഞാനേ ഈ കുടുംബത്തില് ജനിച്ചു വളർന്നവളാ. നീ വന്ന് കയറിയോളും. എന്നെക്കാൾ കൂടുതൽ അധികാരമൊന്നും നിനക്കില്ല. അമ്മയും നന്ദേട്ടനും ഒക്കെ ചിലപ്പോ അങ്ങനെയൊക്കെ പറയുമായിരിക്കും. പക്ഷേ സ്വന്തം സ്ഥാനമൊന്നും മറക്കരുത്. ഇനി ഇതിന്റെ പേരിൽ എന്റെ മോളെ ഇവിടുന്ന് ഒഴിവാക്കാനൊന്നും നോക്കണ്ട. ഞാൻ വിചാരിച്ചാ നിന്റെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയും. നിർമ്മലെ കൊണ്ട് അതൊന്നും ചെയ്യിപ്പിക്കല്ലേ. നീ മോളി മോളെ. താനിത് എവിടെ പോവാ? ഞാനെന്തിനാ ഇവിടെ നിൽക്കുന്നേ? ഇങ്ങോട്ടൊന്ന് നോക്കി. ഇതിന്റെ ബട്ടൺ ഒന്നിട്ടതാ. അതൊന്നും പറ്റില്ല. വ്രതാണെന്ന് അറിഞ്ഞൂടെ? വ്രതത്തിന്റെ കണക്കില് ഭർത്താവിന്റെ ഷർട്ടിന്റെ ബട്ടൺ ഇടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുകൊണ്ടൊന്നും വ്രതത്തിന് ഒരു കുഴപ്പമുണ്ടാവത്തില്ല. ദേ, മര്യാദയ്ക്ക് തെറ്റ് തന്നെ. വേണ്ട നവീൻ. വേണം നവീൻ. ദേ, മര്യാദയ്ക്ക് തെറ്റ് തരുന്നുണ്ടോ? അല്ലെങ്കിലേ ഞാൻ ഈ വേഷത്തിലായിരിക്കും മീറ്റിംഗിന് പോകുന്നത്. എന്ത് കഷ്ടായത്. എന്നാ പിന്നെ ഇങ്ങനെ തന്നെ മീറ്റിംഗിന് പോകും. അയ്യോ വേണ്ട.
സാറേ ഇതൊരു ഒരുക്കം കഴിഞ്ഞില്ലേ? അയ്യോ. ശ്ശേ. എന്തോ സാറേ ഇത്? പ്രേമിക്കുകയാണെങ്കിലേ വാതിൽ അടച്ചിട്ടൂടെ? അയ്യോ മാണിക്കുഞ്ഞെ, അങ്ങനെയൊന്നുമില്ല. വാതിൽ തുറക്ക്. ഞാനില്ലേ ഇപ്പൊ സ്വർഗത്തിലെ കട്ടറും പായാലേ. നാളെ ഞാൻ കല്യാണം കഴിക്കുമ്പോഴേ ഇതിന്റെ ശിക്ഷ എനിക്ക് കിട്ടും. നടക്കട്ടെ. അയ്യോ മാണിക്കുഞ്ഞെ, മാണിക്കുഞ്ഞെ. ഒന്ന് ചുമ്മാരി പോ. ചിരിച്ചോ ചിരിച്ചോ. ഇപ്പൊ മതിയായല്ലോ. മാണിക്കുഞ്ഞിന്റെ എല്ലാവരോടും പോയി പറയും. എടോ, എന്റെ ഔദ്യോഗിക രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നത് മാണിക്കുഞ്ഞ. പുറത്തു പറയേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് അയാൾക്ക് നന്നായിട്ട് അറിയാം. ഞാൻ പോവാ. ഏയ്, 2 ബട്ടൺസ് കൂടെ ബാക്കിയുണ്ട്. ഇതും കൂടെ ഇട്ട് എന്നിട്ട് പോയാ മതി. അതെ, ഇത്ര നാണത്തിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരല്ലേ. അങ്ങനെയാണെങ്കിൽ ഭൂമിയിലുള്ള എല്ലാ ഭാര്യ ഭർത്താക്കന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നോക്കത്തില്ലല്ലോ. ഇട്ടിരുന്നുണ്ടോ? ഞാനൊരു ഉമ്മ തരട്ടെ? എന്ത്? ഉമ്മയ്ക്ക് വേറെന്താ പറയാ? ചുംബനം. ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ അവിടെ? അതൊന്നും കുഴപ്പമില്ല. അയ്യോ നവീൻ, വിട്. നവീൻ വിട് പ്ലീസ്. നവീൻ, അതെ, വ്രതം കഴിയാതെ ഇങ്ങനെ എന്തെങ്കിലും കാണിച്ചാലുണ്ടല്ലോ. ഇത് എത്ര നേരമായി അവനെ ഒരുക്കാൻ തുടങ്ങിയിട്ട്. നവീൻ എവിടെ? അതമ്മേ. ആരോടുണ്ടമ്മേ? സാറേ കഴിഞ്ഞോ? പിന്നെ റെഡി ചെയ്ത് കണ്ടില്ലേ? അതല്ല സാറേ, കഴിഞ്ഞു എന്നാ ചോദിച്ചേ. എടോ മാണിക്കുഞ്ഞെ, നല്ല ചേർച്ചയുണ്ട് അല്ലേ മാണിക്കുഞ്ഞെ? പിന്നെ ചേർച്ചയില്ലാതിരിക്കോ അമ്മേ?